തൻ്റെ മുന്നിൽ നിൽക്കുന്ന മനോജിനെ കണ്ടപ്പോൾ അവൾക്ക് അടിമുടി വിറച്ചു കയറി. ഒരു അടി അങ്ങ് കൊടുത്താലോ എന്ന് പോലും അവൾ ചിന്തിച്ചു പോയി. കഷ്ടതകളിൽ തന്നെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് രക്ഷപ്പെട്ട ഒരാളാണ് ദാ ഇപ്പോൾ ഷോപ്പിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇയാൾക്ക് നാണമുണ്ടോ? അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു. അവൾക്ക് ഓടിച്ചെന്ന് 2 വഴക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ആൾക്കാർ വരുന്ന നല്ല തിരക്കുള്ള കടയാണ് താൻ വർക്ക് ചെയ്യുന്നത്. അവർക്കൊക്കെ ഇതൊരു നാണക്കേടാവും. മാത്രമല്ല കസ്റ്റമേഴ്സും ഉണ്ട്. അവരുടെ മുന്നിൽ വെച്ച് ഒന്നും പറയാൻ പറ്റില്ല. അവൾ സ്വയം നിയന്ത്രിച്ചു. അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അടുത്തേക്ക് ചെന്നു. മനോജിനോട് ദേഷ്യഭാവത്തിൽ ചോദിച്ചു, തനിക്ക് എന്ത് വേണം? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. നീ വീടൊഴിഞ്ഞു അല്ലേ? ആരോട് ചോദിച്ചിട്ടാണ് നീ വീടൊഴിഞ്ഞത്? ആരോട് ചോദിക്കണം? തൻ്റെ പൈസ കൊണ്ടാണോ ഞാൻ ആ വീടെടുത്തത്? അവൾ ദേഷ്യഭാവത്തിൽ ചോദിച്ചു. ഞാൻ നിൻ്റെ ഭർത്താവല്ലേ? എന്നോടൊരു വാക്ക് ചോദിക്കണ്ടേ? താൻ എങ്ങനെ ഭർത്താവായെന്നാണ്? പ്രസവ സമയത്ത് എന്നെ ആശുപത്രിയിൽ നിർത്തിയിട്ട് പോയ ആളല്ലേ നിങ്ങൾ? എന്ത് തിരക്കുണ്ടായാലും ഒരു ഭാര്യയെ ഒരു ഭർത്താവ് അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകത്തില്ല. താൻ എന്ത് ധൈര്യത്തിൻ്റെ പേരിലാണ് എന്നെ കാണാൻ വന്നത്, എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നത്? എനിക്ക് തന്നോട് ഒന്നും സംസാരിക്കാനില്ല. താൻ എനിക്ക് വിവാഹമോചനം തരണം. എനിക്ക് എൻ്റെ കൊച്ചുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കണം. ഇനി താനെന്ന് പറയുന്ന ഒരാളെ എൻ്റെ ജീവിതത്തിൽ. അവൾക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൾ സംസാരം ഉറക്കെ ആവാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിച്ചു. താൻ ഇപ്പോൾ വെളിയിൽ പോകും, ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ തന്നോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവളുടെ മട്ടും മാതിരിയും കണ്ടപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് അവന് തോന്നി. അവൻ അപ്പോൾ തന്നെ പുറത്തേക്ക് പോയി. അവൻ വെളിയിൽ കുറച്ചു നേരം കറങ്ങി നടന്നു. അവൾ ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവളെ കാണണം അവൻ ഉറപ്പിച്ചു. അങ്ങനെ അവൾ ജോലിയിൽ തുടർന്നു. ജോലിയിൽ അവൾക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇവനെക്കുറിച്ചുള്ള ചിന്തകൾ അവളെ തലയ്ക്ക് 4 ചുറ്റും കിടന്ന് കറങ്ങുകയായിരുന്നു. ഇതിൽ നിന്ന് എനിക്കൊരു മോചനം എങ്ങനെ കിട്ടുമെന്നായിരുന്നു അവൾ ചിന്തിച്ചത്. ഒരു തരത്തിലൊരു സമാധാനമില്ലല്ലോ ദൈവമേ. അവൾക്ക് നന്നായി സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഒരു ഉപകാരവുമില്ല. കഷ്ടതകളിലൊക്കെ തന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇപ്പോൾ എന്ത് ബന്ധത്തിൻ്റെ പേരിലാണ് ഇയാൾ വന്നിരിക്കുന്നതെന്നാണ് അവൾ ചിന്തിച്ചത്. ഇനി എന്നിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ അത് വെറുതെയാണ്. ഇയാൾക്ക് എന്ത് ധൈര്യമുണ്ടെന്നാണ് അവൾ വീണ്ടും വീണ്ടും ആലോചിച്ചത്. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ വൈകുന്നേരമായി. അവൾ ഇറങ്ങാൻ സമയമായപ്പോൾ അവളെ കാത്ത് അവൻ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. നീ വണ്ടിയിൽ കയറി, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവൻ പറഞ്ഞു. എനിക്ക് തന്നോട് ഒരു കാര്യവും സംസാരിക്കാനില്ല. ഞാൻ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. അവൾ പറഞ്ഞു. സ്ഥാപനം കഴിഞ്ഞ് കുറച്ച് ദൂരം പോകണം ഹോസ്റ്റലിലേക്ക്. അങ്ങനെ അവൾ നടന്നു നീങ്ങിയതും അവൻ പിന്നാലെ ചെന്നു കയ്യിൽ പിടിച്ചു. ഇവിടെ വെച്ച് നീ എൻ്റെ അടുത്ത് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഞാനിത് പ്രശ്നം ഉണ്ടാക്കും, അവൻ പറഞ്ഞു. തനിക്ക് എന്താണ് പറയാനുള്ളത്? അവൾ ചോദിച്ചു. എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ നീ നിന്ന് തരുന്നില്ലല്ലോ. എനിക്ക് പറയാനുണ്ട് കുറേ കാര്യങ്ങൾ. ഞാൻ അന്ന് പോയതിൻ്റെ കാര്യം നിനക്ക് അറിയണ്ടേ? എനിക്കൊന്നും അറിയണ്ട. നിങ്ങൾ നിങ്ങളെ വഴിക്ക്. നിങ്ങൾ പലതവണയായിട്ട് അങ്ങനെ തന്നെയാണല്ലോ ചെയ്യുന്നത്. ഇനി തൻ്റെ ഒരു കാരണവും എൻ്റെ ഒരു കാര്യവും എനിക്ക് കേൾക്കണ്ട. എനിക്കൊട്ട് കേൾക്കാൻ താല്പര്യവുമില്ല. ഞാൻ എൻ്റെ ജീവിതം നോക്കി സുഖമായി പോവുകയാണ്, അവൾ പറഞ്ഞു. അങ്ങനെ നീ മാത്രം സുഖമായിട്ട് ജീവിച്ചാൽ ഒക്കുമോ? എന്നെ ആര് നോക്കും? നീ കല്യാണം കഴിച്ചതല്ലേ എന്നെ എൻ്റെ വീട്ടുകാരെങ്കിലും ഏറ്റെടുത്തേനെയായിരുന്നു. ഇപ്പോൾ നീ കാരണം എനിക്ക് അവരും ഇല്ലാതായി. എന്നിട്ട് നീ മാത്രം ഒറ്റയ്ക്ക് സുഖമായിട്ട് ജീവിക്കാമെന്നോ? അതിന് ഞാൻ സമ്മതിക്കില്ല, അവൻ പറഞ്ഞു. അതിന് തൻ്റെ സമ്മതം ആർക്ക് വേണം? ഞാൻ കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണ് തനിക്കെതിരെ. എനിക്ക് ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ട് അവൾ ഉറക്കെ പറഞ്ഞു. നീ എവിടെ വേണമെങ്കിലും കേസ് ഫയൽ ചെയ്തോളൂ, പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കാൻ നീ തയ്യാറാവണം. അല്ലെന്നുണ്ടെങ്കിൽ നിൻ്റെ മുൻപുള്ള കാര്യങ്ങൾ മൊത്തം ഞാൻ ഈ സ്ഥാപനത്തിൽ പറയും. നീ ഏത് സാഹചര്യത്തിൽ നിന്നാണ് എന്നെ കല്യാണം കഴിക്കേണ്ടി വന്നത്, നിൻ്റെ ആദ്യ ഭർത്താവിനെക്കുറിച്ചും കുഞ്ഞിനെക്കുറിച്ചും എല്ലാം ഞാൻ ഈ സ്ഥാപനത്തിൽ പറയും. നീ എന്നെ കേൾക്കാൻ തയ്യാറായില്ല, എൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ അവൻ വെല്ലുവിളിച്ചു. അവൾക്ക് പെട്ടെന്ന് എന്തോ പോലെ തോന്നി. കാര്യം താൻ ഇതുവരെ അങ്ങനത്തെ ഉള്ളൊരു ഹിസ്റ്ററി ഉള്ള ഒരാളാണെന്ന് ഇവിടെ ആർക്കും അറിയില്ല. ഇവനെ പറ്റി മോശം, ഇവൻ നോക്കുന്നില്ല, കെയർ ചെയ്യുന്നില്ല എന്നൊക്കെ ഇവൻ്റെ കുറ്റങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവനെ കല്യാണം കഴിക്കാനുണ്ടായ സാഹചര്യമോ അല്ലെങ്കിൽ തനിക്ക് മുമ്പൊരു പാസ്റ്റ് ഉണ്ടായിരുന്നെന്നോ, ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ടാണ് താൻ ഇയാളെ കല്യാണം കഴിച്ചതെന്നോ അല്ലെങ്കിൽ കുഞ്ഞുണ്ടായിരുന്നോ ഒന്നും ഈ കമ്പനിയിൽ ആർക്കും അറിയില്ല. അതിവനും അറിയാം. അത് വെച്ചിട്ടാണ് അവനിപ്പോൾ തന്നെ ഇങ്ങനെ വിരട്ടുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ഈ ജോലി എനിക്ക് ഉപേക്ഷിക്കാനും പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും ഈ സ്ഥാപനം തനിക്ക് ഒരു വീട് പോലെയാണ്. പൈസ കൊണ്ടിട്ടാണെങ്കിലും താമസിക്കാനാണെങ്കിലും ഭക്ഷണത്തിനാണെങ്കിലും മാത്രമല്ല, ഈ സ്ഥാപനത്തിലെ ആൾക്കാരെല്ലാം തൻ്റെ ബന്ധുക്കളും അമ്മയും ചേച്ചിയും അനിയത്തിയും അച്ഛനും അനിയനും എല്ലാമാണ്. അത്രയും അടുപ്പം ഈ സ്ഥാപനത്തോട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തൻ്റെ കഥകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം തനിക്ക് എതിരാവും. തനിക്ക് ആകപ്പാടെ ഇവർ മാത്രമേ ഉള്ളൂ.
അപ്പോഴേക്കും അവളുടെ ദേഷ്യം കുറച്ചൊന്ന് താണു. ഇവനെ പിണക്കി കഴിഞ്ഞാൽ ഇവനിതൊക്കെ ചെയ്യുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ്. അവൾ കുറച്ച് താഴ്ന്നു എന്ന് അവന് മനസ്സിലായി. അവളെ വരുതിക്ക് കൊണ്ടുവരാൻ എനിക്കറിയില്ലെന്നാണ് അവൾ വിചാരിക്കുന്നത്. അവളിവിടെ നല്ല വെള്ള ചമഞ്ഞ് നിൽക്കുകയാണ്. ആ നല്ല വെള്ള ചമച്ചലൊക്കെ എനിക്ക് നിർത്തി കൊടുക്കാൻ അറിയാം നന്നായിട്ട്, അത് അവൾക്ക് അറിയില്ല, അവൻ മനസ്സിലുറപ്പിച്ചു. അങ്ങനെ ഗത്യന്തരമില്ലാതെ അവൾ അവൻ്റെ ബൈക്കിന് പിന്നാലെ കയറി ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. റെസ്റ്റോറൻറ്റിൽ നിന്ന് ചായയും പപ്സും കഴിക്കുന്നതിനിടയ്ക്ക് അവൻ പറഞ്ഞു, ഞാൻ അന്ന് പോവാൻ കാരണം എൻ്റെ അച്ഛന് ഒരു ആക്സിഡൻറ്റ് പറ്റി, എമർജൻസി ആയിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് പോകേണ്ടി വന്നത്. ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് ആരോടും ഒന്നും ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അച്ഛൻ ഒരുവിധം റിക്കവറായിട്ട് വരികയാണ്. അവളൊന്നും മിണ്ടിയില്ല. പ്രസവിക്കാൻ കിടക്കുന്ന ഭാര്യയാണോ അതോ വയ്യാതെ കിടക്കുന്ന അച്ഛനെയാണോ ഒരേ രീതിയിൽ നോക്കുമ്പോൾ ആർക്കാണ് മുൻതൂക്കം കൊടുക്കേണ്ടതെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അവൾ അത് കാരണം അതിനൊരു മറുപടി കൊടുത്തില്ല. പക്ഷേ അതിന് ശേഷമെങ്കിലും വിളിച്ച് ഒരു വാക്ക് പറയാനുള്ള മര്യാദ പോലും ഇയാൾ കാണിച്ചില്ല. അതിലവൾക്ക് നന്നായി ദേഷ്യം വന്നു. എല്ലാം ഇവൻ്റെ അടവാണോ അതോ ഇനി അച്ഛന് വയ്യാത്തതായതാണോ ഒന്നും അവൾക്ക് അതിനെക്കുറിച്ചും അറിവില്ല. ഇവനെപ്പറ്റി ഇപ്പോൾ ആരോടും തിരക്കാൻ പോകാത്തതുകൊണ്ട് ഇവൻ പറയുന്നത് സത്യമാണോ കള്ളമാണോ ഒന്നും അറിയില്ല താനും. അവളൊന്നും മിണ്ടിയില്ല. ഇപ്പോൾ അച്ഛൻ ഒരുവിധം ഓക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ. നിന്നോട് പലപ്പോഴും ഞാൻ പറയാനായിട്ട് വിളിക്കുമ്പോഴെല്ലാം നീ ഫോൺ എടുക്കത്തില്ല, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് കളയും. ഈ ഒരു കാരണം കൊണ്ടാണ് എനിക്കന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോകേണ്ടി വന്നത്, അല്ലാതെ നിന്നെ ഞാൻ ഉപേക്ഷിച്ചിട്ടോ കളഞ്ഞിട്ടോ പോയതൊന്നുമല്ല, അവൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ ഒരു ജോലി ശരിയായി, അതിൻ്റെ കാര്യം കൂടി പറയാനാണ് ഞാൻ നിന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. നീ എന്നെ പാടെ അവഗണിക്കുകയാണല്ലോ, പിന്നെ ഇതൊക്കെ പറയാൻ എനിക്ക് അവസരം തരണ്ടേ, അവൻ പറഞ്ഞു. കുഞ്ഞെവിടെ? അവൾക്ക് ചിരി വന്നു. അവൾ കോടിച്ചു വെച്ചൊന്ന് ചിരിച്ചു. ഇപ്പോഴാണ് കുഞ്ഞിനെ തിരക്കുന്നത്. കുഞ്ഞ് എങ്ങനെ ഇരിക്കുന്നത് പോലും താങ്കൾ തിരക്കിയില്ലല്ലോ ഇതുവരെ. വർത്തനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടല്ലേ താൻ കൊച്ചിനെ തിരക്കിയത്? കുഞ്ഞാണാന്നോ പെണ്ണാന്നോ തനിക്കറിയാമോ? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവനൊന്നും മിണ്ടിയില്ല. അവൻ്റെ തല കുനിഞ്ഞിരിക്കുന്നത് അവൾ കണ്ടു. പെൺകുട്ടിയാണ്. ഞാൻ ആ ഒരു ഹോസ്പിറ്റലിൽ ഒറ്റപ്പെട്ട് അനുഭവിച്ചത് എന്താണെന്ന് തനിക്കറിയാമോ? ആ സ്ഥാപനക്കാർ ഒരു അമ്മയെ ഏർപ്പാടാക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ നാണം കെട്ടുപോയേനെ. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ അവിടെ കിടന്നത്. മനസ്സിലാവത്തില്ല ആർക്കും ഒന്നും. നിന്നെ വിശ്വസിച്ച് കല്യാണം കഴിച്ച് ഞാൻ അന്ന് തൊട്ട് ഓരോ പ്രശ്നങ്ങളിൽ പെട്ട് കിടന്ന് അനുഭവിക്കുകയാണ്, അവൾ പറഞ്ഞു. അങ്ങനെ കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് അവൾ പറഞ്ഞു, എനിക്ക് കൊച്ചിനെ ഡേ കെയറിൽ നിന്ന് എടുക്കണം, കാരണം താമസിച്ച് കഴിഞ്ഞാൽ അവർ വിളിക്കും, ഞാനും കൂടി വരട്ടെ, എനിക്ക് കൊച്ചിനെ ഒന്ന് കാണണം, അവൻ പറഞ്ഞു. അവളൊന്നും മിണ്ടിയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, നീ ബൈക്കിന് പിന്നിൽ കയറും, ഞാൻ ഡേ കെയറിൽ ഇറക്കാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഡേ കെയറിലേക്ക് പോയി. അവൾ കുഞ്ഞിനെ എടുത്ത് വെളിയിലേക്ക് വന്നു. തൽക്കാലം ഇവനെ അനുസരിക്കാനേ നിവർത്തിയുള്ളൂ. ഇവൻ തൻ്റെ കാര്യങ്ങളൊക്കെ സ്ഥാപനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ താൻ അവിടെ പെട്ടുപോകും. അതുകൊണ്ട് മാത്രം ഇവൾ കൊച്ചിനെ അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയും എടുക്കാൻ അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് നേരം കൊഞ്ചിച്ചതിന് ശേഷം അവൾ പറഞ്ഞു, എനിക്ക് ഹോസ്റ്റലിലേക്ക് പോകണം, വീട് ഒഴിയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അവൻ ചോദിച്ചു. ഹോസ്റ്റലിൽ എനിക്ക് വന്ന് നിൽക്കാൻ പറ്റുമോ? അങ്ങനെ ഫാമിലിക്ക് നിൽക്കാനൊന്നും പറ്റില്ല, എനിക്ക് മാത്രമേ നിൽക്കാൻ പറ്റൂ, പിന്നെ അവരുടെ ഒരു കാരണയും കൊണ്ട് കൊച്ചിനെയും കൂടെ അവർ നിർത്തുന്നു എന്നേ ഉള്ളൂ, അവൾ പറഞ്ഞു. എങ്കിൽ എനിക്ക് ഒരു ജോലി ശരിയായിട്ടുണ്ട്, ഞാനൊരു വീട് വാടകയ്ക്ക് എടുക്കട്ടെ? അവൾ ഒന്നും മിണ്ടിയില്ല. വീട് വാടകയ്ക്ക് എടുത്തിട്ട് ഞാൻ വാടക കൊടുക്കാനാണോ? അവൾ ചോദിച്ചു. നീ വാടകയൊന്നും കൊടുക്കണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. ഞാൻ എന്തായാലും വീട് വാടകയ്ക്ക് എടുത്തിട്ട് നിന്നെയും കൊച്ചിനെയും വന്ന് വിളിക്കാം, അപ്പോൾ നിനക്ക് അവിടേക്ക് വന്ന് നിൽക്കാമല്ലോ, ഹോസ്റ്റലിൽ പരിമിതപ്പെട്ട സാഹചര്യത്തിൽ നിൽക്കുകയും വേണ്ട. അങ്ങനെ അവൻ പറഞ്ഞു. അവളൊന്നും മിണ്ടിയില്ല. ഇയാൾ കുറേ കാലം കൊണ്ട് കുറേ വാഗ്ദാനങ്ങളൊക്കെ തരുന്നുണ്ട്, ഒന്നും നടപ്പിലാക്കത്തുമില്ല, ചുമ്മാ പ്രതീക്ഷകൾ വയ്ക്കുന്നതല്ലാതെ യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഇയാൾ എന്ത് പറഞ്ഞാലും ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല. ഇയാളത് പറയാതെ അത് നടത്തി കാണിക്കുന്നതിലാണ് വിജയമെന്നാണ് അവൾക്ക് തോന്നിയിട്ട്. ഇയാൾ പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഒന്നും നടത്തി ഇതുവരെ കണ്ടിട്ടില്ല താൻ, അവൾ മനസ്സിൽ വിചാരിച്ചു. എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ അവൾ ഹോസ്റ്റലിലേക്ക് പോയി. അയാൾ തൽക്കാലം ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലാണ് നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്കും പോയി. അങ്ങനെ അവൾ ഹോസ്റ്റലിൽ എത്തിയിട്ട് പിറ്റേന്നത്തേക്കുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കുഞ്ഞിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ബോട്ടിലും എല്ലാം റെഡിയാക്കി വച്ചിട്ട് ആഹാരവും കഴിച്ച് കിടന്നു. അങ്ങനെ നേരം വെളുത്ത് അവൾ തുണിക്കടയിലേക്ക് പോയപ്പോൾ അതാ തുണിക്കടയിൽ വീണ്ടും മനോജ്. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല. അവൾക്ക് സത്യം പറയാൻ നല്ല ദേഷ്യം വന്നു. പക്ഷേ ദേഷിക്കാൻ പറ്റത്തില്ലല്ലോ, അവൻ വിരട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് അവനോടൊന്നും പറയാനും പറ്റത്തില്ല. അവൾ ചോദിച്ചു, എന്തു പറ്റി? രാവിലെ തന്നെ അത് എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി അങ്ങനെ വന്നത്, അവൻ പറഞ്ഞു. ഞാനിപ്പോൾ 2-3 ദിവസം കൊണ്ട് ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലാണ്. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഇത്രയും ദിവസം, അച്ഛന് വയ്യാത്തതുകൊണ്ട്. അപ്പോൾ അച്ഛൻ ഒരുവിധം ഓക്കെ ആയി, അതുകൊണ്ട് ഞാനിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. അമ്മയുടെ കുത്തുവാക്ക് കേൾക്കാൻ വയ്യ,
അമ്മ നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ അവിടെ ചെന്നപ്പോൾ ചില്ലറയൊന്നും അല്ല എന്നെ പറഞ്ഞത്. പിന്നെ അച്ഛൻ്റെ കാര്യം ഓർത്തിട്ട് ഞാനങ്ങ് സഹിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു. അവളൊന്നും മിണ്ടിയില്ല. പിന്നെ എൻ്റെ ജോലി നടക്കത്തില്ല. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നാൽ അവിടെ മുകളിൽ പ്രശ്നമാവും. മാനേജറുടെ അടുത്ത് കംപ്ലൈൻറ്റ് ചെന്നാൽ പിന്നെ എൻ്റെ ജോലി കൂടെ പോവും. വൈകുന്നേരം കാണാം എന്ന് പറഞ്ഞ് അവൾ അവനെ ഒഴിവാക്കി. അങ്ങനെ അവൾ അവളുടെ ജോലിയിൽ തുടർന്നു. ഇയാൾ എനിക്കൊരു ശല്യമായി മാറുകയാണല്ലോ അവൾ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ അവൾ വൈകുന്നേരം ജോലി കഴിഞ്ഞിറങ്ങിയപ്പോൾ അതാ വീണ്ടും മുന്നിൽ മനോജ്. ഇയാളിന്ന് മൊത്തം സ്ഥാപനത്തിൻ്റെ ചുറ്റിപ്പറ്റി തന്നെ ആയിരുന്നു എന്ന് അവൾ ആലോചിച്ചു. ഒരു ജോലി ചെയ്യാനും സമ്മതിക്കത്തില്ലല്ലോ ദൈവമേ, ഇത്രയും നാളും സ്വസ്ഥതയുണ്ടായിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, വാ നമുക്ക് ചായ കുടിക്കാം. അങ്ങനെ അവൾ മനസ്സോടെ മനോജിൻ്റെ ബൈക്കിൽ കയറി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടം വരെ ഈ സ്റ്റോറി ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ അടുത്ത ഭാഗമായി വീണ്ടും വരുന്നതായിരിക്കും.